ശരീരത്തിൽ രക്തക്കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിളർച്ചയുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നതിനു മുൻപ് ഈ 10 സാധനങ്ങൾ കഴിക്കാൻ തുടങ്ങിക്കോളൂ. 1. നിങ്ങൾക്ക് തലകറക്കവും ക്ഷീണവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാതളനാരങ്ങ കഴിക്കുക. ഇത് ഇരുമ്പിന്റെയും വിറ്റാമിൻ സിയുടെയും മികച്ചൊരു കൂട്ടുകെട്ടായതുകൊണ്ടുതന്നെ രക്തം വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കും. 2. എപ്പോഴും തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിക്കുക. ഇത് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ രക്തക്കുറവ് പരിഹരിക്കാനുള്ള പണ്ടുമുതലുള്ള ഒരു മികച്ച പ്രതിവിധി കൂടിയാണിത്. 3. മുഖം വിളറി വെളുത്തതായി കാണപ്പെടുന്നുണ്ടെങ്കിൽ ചീര കഴിക്കുക. ഇത് ഇരുമ്പിന്റെയും ഫോളേറ്റിന്റെയും നല്ലൊരു സ്രോതസ്സായതുകൊണ്ട് ചുവന്ന രക്താണുക്കൾ ഉണ്ടാകാൻ സഹായിക്കും. 4. നഖങ്ങൾ വെളുത്ത് ബലമില്ലാത്തതാണെങ്കിൽ ഈന്തപ്പഴം കഴിക്കുക. ഇത് നാച്ചുറൽ ഇരുമ്പിന്റെയും ഗ്ലൂക്കോസിന്റെയും ഒരു കൂട്ടുകെട്ടായതിനാൽ രക്തം വർദ്ധിപ്പിക്കുകയും ശരീരത്തിന് നല്ല ഊർജ്ജം നൽകുകയും ചെയ്യും. 5. കണ്ണുകളുടെ ഉൾഭാഗം വെളുത്തതായി തോന്നുന്നുണ്ടെങ്കിൽ നെല്ലിക്ക കഴിക്കുക. ഇത് വിറ്റാമിൻ സിയുടെ ഏറ്റവും ശക്തമായ സ്രോതസ്സായതുകൊണ്ട് ശരീരത്തിന് ഇരുമ്പ് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കും. 6. കൈകാലുകൾ എപ്പോഴും തണുത്തിരിക്കുകയാണെങ്കിൽ അത്തിപ്പഴം കഴിക്കുക. ഇത് ഇരുമ്പിന്റെയും കാൽസ്യത്തിന്റെയും നല്ലൊരു സ്രോതസ്സായതിനാൽ ശരീരത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തും. 7. പടികൾ കയറുമ്പോൾ ശ്വാസമുട്ടലുണ്ടാകുന്നുണ്ടെങ്കിൽ കറുത്ത മുന്തിരി കഴിക്കുക. ഇത് ഇരുമ്പും ആന്റിയോക്സിഡന്റുകളും കൊണ്ട് സമ്പുഷ്ടമായതുകൊണ്ട് രക്ത ഉൽപ്പാദനത്തിന് സഹായിക്കും. 8. മുടി ഒരുപാട് കൊഴിയുന്നുണ്ടെങ്കിൽ ശർക്കര കഴിക്കുക. ഇത് സ്വാഭാവിക ഇരുമ്പിന്റെ നല്ലൊരു സ്രോതസ്സായതിനാൽ രക്തം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണിത്. 9. ഹൃദയമിടിപ്പ് ചിലപ്പോഴൊക്കെ കൂടുന്നുണ്ടെങ്കിൽ കിവി പഴം കഴിക്കുക. ഇത് വിറ്റാമിൻ സിയുടെയും ഇരുമ്പിന്റെയും മികച്ചൊരു കോമ്പിനേഷനായതുകൊണ്ട് ഹൃദയത്തിനും രക്തത്തിനും ഒരുപോലെ സ്വഭാവജനകമാണ്. 10. ആഹാരം കഴിച്ച ശേഷവും വീണ്ടും വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നാരങ്ങാനീര് ചേർത്ത പച്ചക്കറികൾ കഴിക്കുക. നാരങ്ങയിലുള്ള വിറ്റാമിൻ സി ഭക്ഷണത്തിലെ ഇരുമ്പിനെ 3 ഇരട്ടി